നമ്മുടെ കുഞ്ഞു ഓട്ടുരുളിയിൽ നല്ല കിടിലനൊരു പാൽപ്പായസ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. പീപ്പീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു ഗ്ലാസ് നേരിയ അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കുക. നമ്മുടെ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്നത്. അത് എന്നിട്ട് കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ കഴുകി വെച്ച നേരിയ അരി നമ്മൾ കുക്കറിലോട്ട് മാറ്റി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സാബൂനരിയാണ്, പായസത്തിന് കുറച്ചൊരു മുഴുമുഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാബൂനരി കുറച്ച് കഴുകിയിട്ട് നമുക്ക് ആ കുക്കറിലോട്ട് ഇടാം. ഇനി അതിലോട്ട് ആവശ്യത്തിന് പാലും വെള്ളവും. കൂടുതലും പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്, വെള്ളം കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ആ റൈസും സാബൂനരിയും ഒക്കെ മുങ്ങുന്നതിനുള്ള വെള്ളവും പാലും ഉപയോഗിക്കുക. നമ്മളിപ്പോൾ കുറേയായി കുക്കിംഗ് വീഡിയോ ഒന്നും ഇടാത്തത്, അതുകൊണ്ട് ഇന്ന് വീട്ടിൽ തന്നെയുള്ള കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുക്കറിൽ ഒരു വിസിൽ വരുന്നവരെ നമുക്ക് ആ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്കും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ കുറഞ്ഞ് മൂടി തുറന്നു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു വിസിൽ മാത്രം മതി. റൈസും സാബൂനരിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും സ്റ്റൗവിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. അതിലോട്ട് ആവശ്യത്തിന് പാൽ വേണമെങ്കിൽ ഒഴിക്കാമേ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. പഞ്ചസാരയൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിനി ജസ്റ്റ് 2 ഡ്രോപ്പ് റോസ് വാട്ടർ കൂടി അതിലോട്ട് ഉറ്റിച്ചു കൊടുക്കാം. റോസ് വാട്ടർ അധികമാകാതെ സൂക്ഷിക്കണം. ഒരു ജസ്റ്റ് ഒരു 1-2 ഡ്രോപ്പ് മാത്രമേ വേണ്ടൂ. അതിനുശേഷം വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കട്ടി കൂടുതലുണ്ടെങ്കിൽ ആവശ്യത്തിന് പാലോ വെള്ളമോ നമുക്ക് ചേർക്കാം. അടുത്തതിനി ഒരു 2 നുള്ള് ഉപ്പ് ചേർക്കാം, മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മിൽക്ക് മെയ്ഡ്, അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാമേ. അതിൻ്റെ ഒന്നും കണക്ക് ഞാനിവിടെ പറയുന്നില്ല. ഇനി കുറച്ച് ഏലക്കായ്പ്പൊടി കൂടി ചേർക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം ഏകദേശം റെഡിയായി. ഇനി നമുക്ക് കുക്കർ സ്റ്റൗവിൽ നിന്ന് മാറ്റിയതിന് ശേഷം അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് പശു നെയ്യ് ചൂടാക്കാൻ വെക്കാം. ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഏത് പായസമായാലും നമുക്ക് അതിൽ ആവശ്യമായിട്ട് വേണ്ട സാധനമല്ലേ അണ്ടിപ്പരിപ്പും കിസ്മിസും. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അടുത്ത് നമുക്ക് ആ നെയ്യിലോട്ട് തന്നെ കുറച്ച് കിസ്മിസ് ഇട്ടിട്ട് അതും റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. കിസ്മിസ് പിന്നെ അധികം പണിയില്ല, വേഗം ഒന്ന് പൊങ്ങി വന്നോളൂ. അപ്പം നമ്മുടെ കിസ്മിസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ പാൽപ്പായസത്തിലോട്ട് ആ കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം നമ്മുടെ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.